നമുക്ക് ചെക്ക് ലീഫ് ഒരു ഇത് വേണം, ഒരു ആധാർ കാർഡിന്റെ കോപ്പി. ഏതാണ് കസ്റ്റമർ അതൊന്നും ഇല്ല. ധൈര്യമായിട്ട് 3 തവണയിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വേണ്ടുന്ന ചിലപ്പോൾ 10, 12 അല്ലെങ്കിൽ 15, 18, 20 പശുവൊക്കെ ഉള്ളവർ ആദ്യ പകുതി അടച്ചിട്ട് പിന്നെ 3 ഗഡുവായിട്ട് അടച്ച് നിങ്ങൾക്ക് അതും പലിശ ഇല്ലാണ്ട് ഈ കാണുന്ന മെഷീനുകൾ വാങ്ങിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൂട്ടുപാതയിലുള്ള മെഷീൻ ട്രേഡേഴ്സിലാണ്. നമുക്കൊരു 16,500 മുതൽ സ്റ്റാർട്ടിംഗ് മെഷീൻ വരുന്നുണ്ട്. മോട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ 100 LPM കംപ്രസർ വരുന്നത്. മോട്ടർ എന്ന് പറയുകയാണെങ്കിൽ 1/2 HP മോട്ടർ വരുന്നത്. പിന്നെ വാക്യൂം ടാങ്ക് ആണെങ്കിൽ 12 ലിറ്റർ കപ്പാസിറ്റി വരുന്ന വോക്കൺ ടാങ്ക് ആണ് വരുന്നത്. നമ്മുടെ ജോബ് ചേട്ടൻ പറഞ്ഞു ഇത് നമുക്കിനി ഫുൾ എമൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഗഡുവായിട്ട് ചെയ്യാം. അതായത് പലിശ ഒന്നും വേണ്ട, ഒരു പലിശയും വേണ്ട. ലോണും ബജാജ് അങ്ങനത്തെ ഒന്നല്ല, നമുക്ക് കമ്പനി ആയിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഒരു അപ്പൊ കർഷകർക്ക് ഒരു ഉപകാരമാവട്ടെ, കർഷകർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ കാണുന്ന ഒരു മെഷീൻ നിങ്ങൾക്ക് എന്താ പറയാ ഫുൾ എമൗണ്ട് വാങ്ങാൻ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും എത്ര ആദ്യം അടക്കേണ്ട വരും? നമുക്ക് മെഷീന്റെ ഒരു പകുതി വില അടച്ചാൽ മതി. അതായത് ഇപ്പൊ ഇതിപ്പോ പറഞ്ഞ എത്ര എമൗണ്ട് തന്നെ? 16,500. അങ്ങനെ ആകുമ്പോ നമുക്കൊരു 8 സംതിങ് അടച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന മെഷീൻ കൊണ്ട് അപ്പൊ ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് എത്ര പശുവിനെ കറങ്ങാം? ഒരു 3-4 പശുവിന്റെ അടുത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഏറ്റവും ചെറിയൊരു അപ്പൊ ഒരു 3-4 പശുവുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ 8 സംതിങ് 8,500 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോവാം. എന്നിട്ട് നമുക്കത് ബാക്കി 2 ഗഡു കൂടി അടച്ചു തീർത്താം. 3 തവണയായിട്ട് അടച്ചു തീർക്കാം. ഓക്കെ, ബാക്കി 3 തവണയായിട്ട് അടച്ചു തീർത്താൽ മതി. നമുക്ക് അടുത്തത് ഏതാണുള്ളത്? അടുത്തെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു 100 LPM കൂടെ കൂടുതലായിട്ട് വരും. ഓക്കെ, അത് ഏതാ? ഈ തവണ വരുന്നത്. ഓക്കെ, ഇതും അതുപോലെ ഗഡുവായിട്ട് കിട്ടും. എല്ലാമേ നമുക്കിപ്പോ ഗഡുവായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ മെഷീൻ ട്രേഡേഴ്സിന്റെ പ്രത്യേകത ഇവിടെയുള്ള ഏത് മെഷീനാണ്, അതായത് ആ ഒരു 3 പശു മുതൽ എത്ര പശു വരെ കറക്കാവുന്ന നമുക്ക് ഒരു 1 ലക്ഷം വരെയുള്ള പ്രൈസ് വരുന്ന മെഷീൻസ് ഉണ്ട്. 40, 70, 80 പശുക്കളായാലും പ്രശ്നമില്ല. അപ്പൊ അതുവരെ നമുക്ക് ഈ 3 ഗഡുവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാണുന്ന മെഷീൻ വെച്ച് നമുക്ക് എത്ര പശുവിനെ കറക്കാൻ പറ്റും? ഒരു 7 പശുവിനെ വരെ നമുക്ക് കറക്കാൻ യൂസ് ചെയ്യാം. മോട്ടറിന്റെ പവർ 200 LPM കംപ്രസർ വരുന്നത്. ഓക്കെ, മോട്ടർ എന്ന് പറയുമ്പോൾ 3/4 HP വരുന്നത്. 3/4 HP. ഇച്ചിരി കണ്ടത് 1/2 HP. നമ്മൾ നേരത്തെ കണ്ടത് 1/2 HP. ഓക്കെ, 3/4 HP ആകുമ്പോ ഇത് എത്ര ലിറ്ററിന്റെ വാക്കൺ ടാങ്ക്? 12 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. സെയിം തന്നെ അല്ലേ? നമുക്ക് ഇനി അടുത്ത ഏതാണുള്ളത്? അടുത്ത് വരുമ്പോ കുറച്ചും കൂടെ ഒരു 12 പശുവിനൊക്കെ വരെ കറക്കാൻ യൂസ് ചെയ്യാം. ഇത് വരും ടോപ്പ് ആൻഡ് സ്വിച്ച് മോഡൽ വരും. ടോപ്പ് ആൻഡ് സ്വിച്ച്. ഇത് വന്നത് ആ ഒരു സ്വിച്ചിന്റെ ഒരു ഗുണം എന്താ ഒന്ന് പറഞ്ഞു? അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മോട്ടർ അവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അപ്പൊ ഇത് 12 പശുവിനെ കറക്കാൻ പറ്റിയ മെഷീനാണ് ഈ കാണുന്നത്. പിന്നെ അത് ആ മെഷീനിൽ തന്നെ ഒരു കൺട്രോൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര HP ആണ് മോട്ടർ? 3/4 HP ആണ്. 3/4 HP കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻവെർട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നതിനാണ്. നമുക്ക് മെയിനായിട്ട് വോക്കം പവറിലാണ് നോക്കേണ്ടത്. ഇതെന്ന് പറയുമ്പോൾ 250 LPM ആണ് കംപ്രസർ വരുന്നത്. ഇതിൽ സൈലൻസർ ഒക്കെ നമ്മൾ ഫുൾ സ്റ്റീലിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സൈലൻസർ നമുക്ക് സൈലൻസർ എല്ലാം സ്റ്റീൽ തന്നെയാണ്. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 800 LPM കംപ്രസർ വരുന്നുണ്ട്. കുറച്ചും കൂടെ ഹെവി മെഷീൻ ആണ് വരുന്നത്. ഇത് മോട്ടറിന്റെ പ്രത്യേകത പറഞ്ഞാൽ മാരത്തോണിന്റെ മോട്ടറാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ മോട്ടറാണ് ഈ വരുന്നത്. അടിപൊളി. ഓക്കെ, ഇത് എത്ര HP? മോട്ടർ പറയുകയാണെങ്കിൽ 1 HP ആണ്. ഓക്കെ, 1 HP. അതെ. കംപ്രസർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് 800 LPM കംപ്രസർ ആണ് വരുന്നത്. എന്റെ അമ്മോ, 800 LPM. അപ്പൊ എത്ര പശുവിന് വേണ്ടി? അറ്റ് ടൈമിൽ 3 ബക്കറ്റ് വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതായത് ഈ കാണുന്ന ഒരു ബക്കറ്റ് 25 ലിറ്റർ അല്ലേ? അതെ, 25. അപ്പൊ 75 ലിറ്റർ അറ്റ് ടൈമിൽ നമുക്ക് കറക്കാം. അപ്പൊ അതിനുള്ള കംപ്രസർ ആണ് ഈ വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിന്റെ എന്താ പറയാ വാക്യൂം ടാങ്ക് എത്ര ലിറ്റർ? വാക്യൂം ടാങ്ക് എല്ലാമേ നമ്മൾ 12 ലിറ്റർ കപ്പാസിറ്റിയിലാണ്. ശരിക്കും വാക്യൂം ടാങ്കിന്റെ ആ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു തന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു വേർപ്പ് ഒന്ന് പിടിച്ചു നിർത്താൻ. ശരി, അപ്പൊ ഈ ഒരു 3 ബക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 30 പശു 40 പശു 70 പശു 80 പശു ഉള്ളവരൊക്കെ 70 പശു 80 പശു ഉള്ളവർക്ക് ഈ കാണുന്ന ഒരൊറ്റ മെഷീൻ മതി. അറ്റ് എ ടൈം 75 ലിറ്റർ സെയിം ടൈം കറന്നെടുക്കാം അല്ലേ? സെയിം ടൈം കറങ്ങാം. ശരി, അപ്പൊ അടുത്ത മെഷീൻ ഏതാ? ഒരു 15 പശു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്കാൻ യൂസ് ചെയ്യാം. ഇതിന് സൈലൻസർ ആണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സെയിം സൈലൻസർ. അതെ, സെയിം തന്നെയാണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ 350 350 LPM കംപ്രസർ വരുന്നത്. ഓക്കെ, മോട്ടർ എന്ന് പറയുകയാണെങ്കിൽ 1 HP വരും. ഇതിന്റെ 15 പശുവിന് വരെ നമുക്ക് കറക്കാം. 15 പശു വരെ കറക്കാം അല്ലേ? അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എന്ത് വരും? ഇത് 33,630 ഇൻക്ലൂഡിംഗ് ടാക്സ് റേറ്റ്. അങ്ങനെയാ. അപ്പൊ ഒരു 15 രൂപയ്ക്ക് ആദ്യം ഒരു 15-16 രൂപയ്ക്ക് ആദ്യം അടച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ഗഡുവായിട്ട് അതും പലിശയില്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും, കേരളത്തിലുള്ള ഇന്ത്യയിൽ എവിടെയും എത്തിക്കൂല. ഇവിടെ വേറൊരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഈ ഒരു മോട്ടർ ഇതേതാ? ഇത് 1 HP മോട്ടറാണ് വരുന്നത്. ഇതിന്റെ കംപ്രസർ എന്ന് പറയുകയാണെങ്കിൽ 500 LPM കംപ്രസർ വരുന്നത്. ഓക്കെ, വലിയൊരു കംപ്രസർ ആണ്. അതെ, നേരത്തെ കണ്ടതിന് കുറച്ച് വലുത് വരും. ശരി, ഇതിന് എത്ര പശുവിനെ കറക്കാം? ഇത് 20 പശുക്കൾ വരെ അറ്റ് എ ടൈം 2 ബക്കറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് 50 ലിറ്റർ കറക്കാവുന്ന അറ്റ് എ ടൈം. അറ്റ് എ ടൈം. അപ്പൊ
20 പശു അല്ലേ? 20-ൽ കൂടുതൽ പശുക്കളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 20-ലധികം പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇതിന്റെ റേറ്റ് വന്ന് നമുക്ക് എന്താ പറയുക? 33,630. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ജോബി ചേട്ടന് വേറൊരു സംഭവം കാണിച്ചു തരുന്നു. അതായത് എന്താ വോൾട്ടേജിന്റെ പ്രശ്നമൊക്കെ ഉള്ളത്, വോൾട്ടേജ് ഇഷ്യൂസ്. എനിക്ക് തോന്നുന്നത് ഇടുക്കി ഭാഗത്തൊക്കെ ആ ഒരു സംഭവം. അപ്പൊ അതിന് പറ്റിയ ആ ഒരു മെഷീൻ ഇതാ വരുന്നത്. ഇതാണ്. യെസ്, ഇത് തന്നെ. ഈ കാണുന്ന വോൾട്ടേജ് അറിയാൻ പറ്റും. ഈ വോൾട്ടേജ് വേരിയേഷൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. ചിലപ്പോൾ പറയും പെട്ടെന്ന് മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിം ആവുന്നൊക്കെ പറയും. അതിന്റെ കാരണം പമ്പിലല്ല, ഈ വോൾട്ടേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു മെഷീൻ ശരിക്കും എത്ര പശുവിനെ കറക്കാനുള്ള? ഇതൊരു 12 പശു 250 LPM ആണ് കംപ്രസർ വരുന്നത്. ശരി, അപ്പൊ 250 LPM ആണ് കംപ്രസർ വരുന്നത് അല്ലേ? ശരി, പിന്നെ അതിന്റെ മോട്ടർ വന്നത് 3/4 HP മോട്ടർ. ഓക്കെ, ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. അതായത് അപ്പൊ നമുക്കപ്പോ ഇപ്പൊ കുറച്ചൊരു ഇടുക്കി പോലുള്ള ഏരിയകളിലൊക്കെ കറണ്ട് പവർ കട്ട് ഉള്ളവർക്കൊക്കെ. ശരി, അടിപൊളി മെഷീൻ. അപ്പൊ ഈ ഒരു മെഷീനും നമുക്ക് ആദ്യത്തെ ഒരു പകുതി അടച്ചാൽ മതി. അത് ഒറ്റ ചെക്കില് ഒരു ആധാർ കാർഡും കൂടെ. ഇത് 3 പശുവുള്ള കർഷകൻ മുതൽ 80-100 പശുക്കൾ വരെയുള്ള കർഷകർക്ക് വരെ പറ്റിയ നല്ല അടിപൊളി മെഷീനുകളുണ്ട്. ഇത് ഫുൾ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ പകുതി എമൗണ്ട് കൊടുക്കുക വിത്ത് ഒരു ചെക്ക് ലീഫ്, പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി. നിങ്ങളുടെ സിബിൽ സ്കോറൊന്നും യാതൊരു വിഷയമല്ല. ബാക്കി വരുന്ന എമൗണ്ട് 3 ഗഡുവായിട്ട് നിങ്ങൾ അടച്ചാൽ മതി. അതും പലിശയില്ലാതെ. ഈ ഒരു മെഷീൻ്റെ വില മാത്രം അടച്ചാൽ മതി അല്ലേ? മെഷീൻ്റെ വില മാത്രം അടച്ചാൽ മതി. ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് മെഷീൻ ട്രേഡേഴ്സ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി നമുക്ക് എന്താ പറയുക, നമ്മുടെ കർഷകർക്ക് ഉപകാരമാവട്ടെ. എന്തായാലും അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കൃത്യമായി പറയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ചന്ദ്രനഗർ കൂട്ടുപാത. ശരി, അപ്പോൾ താങ്ക് യു.